ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മണ്ണടിഞ്ഞുപോയ 3000 വർഷം പഴക്കമുള്ള ഈജിപ്തിലെ സ്വർണ്ണ നഗരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഒരു കാലത്ത് ഈജിപ്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ സ്വർണ്ണഖനന സംസ്കാര കേന്ദ്രമെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെട്ടു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തിയത് 2021-ലാണ്. ഈജിപ്തിലെ ചെങ്കടൽ മേഖലയിലെ മാർസ ആലമിന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജബൽ സുക്കാരിയയിലെ ഈ പ്രദേശം BC 1000 ഒരു പ്രധാന സ്വർണ്ണഖനന കേന്ദ്രമായി ഉയർന്നിരുന്നതായി ഗവേഷകർ അവകാശപ്പെട്ടു. ജബൽ സുക്കാരിയയിൽ 1000 BC തന്നെ ക്വാർട്സ് പാറയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പ്രയോഗത്തിലെത്തിയിരുന്നു. ഇത് ഈജിപ്തിനെ അക്കാലത്തെ ഏറ്റവും സമ്പന്നമായ നാഗരികതകളിൽ ഒന്നാക്കി മാറ്റി. സ്വർണ്ണ സംസ്കരണ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഖനന പ്രദേശത്ത് നിന്നും കണ്ടെത്തി. അതിൽ സ്വർണം ഒരുക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിംഗ് സ്ഥലങ്ങൾ, ഫിൽട്രേഷനുള്ള പാത്രങ്ങൾ, കളിമൺ ചൂളകൾ എന്നിവ ഉൾപ്പെടുന്നു. ഈജിപ്തിൽ അക്കാലത്ത് തന്നെ സ്വർണ്ണഖനനം ഭരണകൂടത്തിന് കീഴിലുള്ള സുസംഘടിതമായ ഒരു വ്യവസായമായിരുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു. പ്രദേശത്ത് നിന്നും 600-ലധികം മൺപാത്രങ്ങളിലും കല്ലിലും എഴുതിയ ലിഖിതങ്ങൾ കണ്ടെത്തി. ഹൈറോഗ്ലിഫിക്, ഡമോട്ടിക്, ഗ്രീക്ക് ലിപികളിലുള്ള ഈ ലിഖിതങ്ങൾ ഖനനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ടോളമൈക് കാലഘട്ടത്തിലെ നാണയങ്ങളും ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിലെ ടെറാക്കോട്ട പ്രതിമകളും ഈ സ്ഥലം നൂറ്റാണ്ടുകളായി സജീവമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. കൂടാതെ വിലയേറിയ രത്നങ്ങളും അലങ്കാര വസ്തുക്കളും കണ്ടെത്തി. ഈ പ്രദേശത്ത് അക്കാലത്ത് വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ ജീവിച്ചിരുന്നതിൻ്റെ തെളിവാണിത്. കഠിനമായ മരുഭൂമിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച പുരാതന ഈജിപ്ഷ്യൻ ഖനിത്തൊഴിലാളികൾ സാങ്കേതികമായി എത്രത്തോളം പുരോഗമിച്ചിരുന്നുവെന്നതിന് തെളിവാണ് ഈ പ്രദേശം. വെറുമൊരു സ്വർണ്ണഖനന കേന്ദ്രം എന്നതിനപ്പുറം ഒരു സ്വർണ്ണ സംസ്കരണ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം.